ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് മതസൗഹാർദ്ദമൊന്നും ആയിരുന്നില്ല എന്റെ പൊന്നുമക്കളെ. ഇവിടെ ഉള്ളത് ന്യൂനപക്ഷ വർഗീയ വർഗബോധവും അതോടൊപ്പം തന്നെ ഈ വടക്കേന്ത്യൻ ഫുണ്ടകളോട് പിടിച്ചു നിൽക്കാനുള്ള മതേതരത്വ നാടകങ്ങളും മാത്രമാണ്. ചുടുചോറ് വാരുന്ന കമ്മ്യൂണിസ്റ്റ് കുരങ്ങൻ. എക്സാക്ട്ലി ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ കമ്മ്യൂണിസം നെഞ്ചോട് ചേർക്കുന്ന മതസൗഹാർദ്ദം മറയാക്കി അവന്മാർ വളരാവുന്നതിന്റെ അങ്ങേയറ്റം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല. ഇനി ഈ പ്രസ്ഥാനം വളരാനായിട്ട് അവർ അനുവദിക്കില്ല. ഇനി ഈ പ്രസ്ഥാനം വളർന്നാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവന്മാർ തന്നെയായിരിക്കുമെന്നുള്ളൊരു പേടി അവന്മാർക്ക് തീർത്തും വന്നു ചേർന്നിട്ടുണ്ട്. മതേതരത്വം എന്ന വ്യാജേന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടിയവർ ആരും തന്നെ യഥാർത്ഥ മതേതരവാദികളല്ലായിരുന്നു എന്നുള്ളത് മലബാറിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. പാണക്കാട്ടെ കുടുംബ പ്രസ്ഥാനം നേടിയ 24 സീറ്റ്, മതം പറഞ്ഞ് നേടിയ 24 സീറ്റ്, അത് കൃത്യമായ ഉദാഹരണമാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. ഈ 10 വർഷ കാലയളവ് കൊണ്ട് ഇവന്മാർ പിടിച്ചാ കിട്ടാത്ത രീതിയിലുള്ള വളർച്ചയാണ് കൈവരിച്ചേക്കണത്. കേരളം പിടിക്കാൻ പോകുന്നത്ര വലിപ്പം വരുന്ന വളർച്ച. ഈ വളർച്ച തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ അടിവേരിളക്കിയതും. വളർന്ന് പന്തലിച്ച ഈ കൂട്ടർക്ക് ഇനി ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല. ഈ 10 വർഷ കാലയളവ് കൊണ്ട് ഈ കൂട്ടർ കൂട് പോലെയാണ് ഓരോ സംരംഭങ്ങളും വളർത്തിയെടുത്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ യഥാർത്ഥ സോഴ്സ് മൂലധനവും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Each and every fucking things like a കൂണ് പോലെ മുളച്ചു പൊങ്ങുന്ന അറബിക് റെസ്റ്റോറന്റുകൾ, ഇലക്ട്രോണിക്, സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റുകൾ, അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, വസ്ത്രവ്യാപാരം, എല്ലാത്തിലും തന്നെ ഇവന്മാർ അനിയന്ത്രിതമായ വളർച്ചയാണ് ഈ 10 വർഷം കൊണ്ട് നേടിയിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ കാസർഗോഡ്, വയനാട് അതിർത്തികൾ ശക്തിയേകിയിട്ടുണ്ട്. ഇനിയും ഉറക്കം നടിക്കാൻ കഴിയില്ല. കേരളം ഇക്കാലം അത്രയും കൊണ്ടാടിയ ഫേക്ക് മതേതരത്തെ 4 മടക്കി വലിച്ചെറിഞ്ഞിട്ടുണ്ടല്ല. വായ് തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും തുറക്കാതിരുന്ന ഈ കേരളം പച്ചയടിക്കും. ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് മതസൗഹാർദ്ദമൊന്നും ആയിരുന്നില്ല എന്റെ പൊന്നുമക്കളെ. ഇവിടെ ഉള്ളത് ന്യൂനപക്ഷ വർഗീയ വർഗബോധവും അതോടൊപ്പം തന്നെ ഈ വടക്കേന്ത്യൻ ഫുണ്ടകളോട് പിടിച്ചു നിൽക്കാനുള്ള മതേതരത്വ നാടകങ്ങളും മാത്രമാണ്. മൂരി മൗദൂദി വർഗീയതയും സംഘി വർഗീയതയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ.